How can I stay rooted in awareness while managing fear, confusion, and uncertainty? My aversion to the material world and slow responses are affecting my business and decisions. ഇവിടെ ആത്മവിചാരം ചെയ്യുന്നതിലുള്ളൊരു ബുദ്ധിമുട്ട്, ആത്മവിചാരം ചെയ്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. How can I stay rooted in awareness while managing fear, confusion, uncertainty? അപ്പോൾ ആത്മാവിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അവിടെ ഫിയർ ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്. ഭയം, ആശയക്കുഴപ്പം, അനിശ്ചിതത്വം. My aversion to the material world and slow responses are affecting my business and decisions. അപ്പോൾ ഈ ഭൗതിക ലോകത്തോട് ചെറിയൊരു വെറുപ്പ്, ഒരു എവേർഷൻ, കാരണം പഴയതുപോലെ സ്പീഡിൽ പലതും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. റെസ്പോൺസസ് കുറച്ച് സ്ലോ ആണ് എന്നർത്ഥം, കുറച്ച് മന്ദഗതിയിലാണ്. അപ്പോൾ തീർച്ചയായും അത് ബിസിനസ്സിനെ ബാധിക്കും, തീരുമാനങ്ങളെ ബാധിക്കും, അതുകൊണ്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഈ ചോദ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വേൾഡ്ലി ലൈഫും സ്പിരിച്വൽ ലൈഫും തമ്മിലുള്ള ചെറിയൊരു പൊരുത്തക്കേട്. ചിലർക്കൊക്കെ സെൽഫ് എൻക്വയറി പ്രാക്ടീസിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും കാലം മെറ്റീരിയൽ വേൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു സ്പിരിച്വൽ വേൾഡിലൂടെ തുറന്ന് കിട്ടി, ഒരു വാതിലവിടെ തുറക്കപ്പെട്ടു. അപ്പോൾ സ്ലോലി ആ സ്പിരിച്വൽ വേൾഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു തോന്നൽ. ആദ്യം നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡിലേക്ക് പോകാം. മെറ്റീരിയൽ വേൾഡിലെല്ലാം ഉണ്ടല്ലേ, നമ്മൾ ജീവിക്കുന്നത് ഈ ഭൗതിക ലോകത്താണ്. നമുക്കുള്ള എല്ലാ അനുഭവങ്ങളും ഇവിടെ തന്നെയാണ്, മെറ്റീരിയൽ വേൾഡിലാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, സാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ് നമ്മുടെ മെറ്റീരിയൽ വേൾഡ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ അനുഭവം പോസിറ്റീവ് ആകണമെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകണം. നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ദോഷകരമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ പഠിച്ചതും ഇതാണ്, നമ്മളെ പഠിപ്പിച്ചതും ഇതാണ്. സോ മെറ്റീരിയൽ വേൾഡ് ഇസ് എവറിത്തിങ്. മെറ്റീരിയൽ വേൾഡിൽ കറക്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ദോഷം അനുഭവിക്കും. ദിസ് ഈസ് അവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ലൈഫ്. മറുവശത്ത് ആത്മീയത നമ്മുടെ സ്പിരിച്വൽ സീക്കിംഗ് ആണ്, റൈറ്റ്? നമ്മുടെ സ്പിരിച്വൽ നേച്ചറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ജ്ഞാനമാർഗത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഗുരുവചനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന എന്താണ്? സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ യഥാർത്ഥ ഉറവിടം നമ്മുടെ ഉള്ളിലാണ്, സ്പിരിച്വൽ നേച്ചറിലാണ്, പുറമെ ഭൗതികതയിൽ അല്ല. നമ്മളിതാണ് മനസ്സിലാക്കിയുള്ളത്, നമ്മളിതാണ് പഠിക്കുന്നത്. ആത്മീയ ഗ്രന്ഥങ്ങളും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്താ പ്രശ്നം? നമ്മുടെ അനുഭവമായിട്ട് ഇത് ചേരുന്നില്ല. നമ്മുടെ അനുഭവം കുറച്ച് ഡിഫറെൻ്റ് ആണ്, റൈറ്റ്? അത് കാരണമാണ് നമുക്ക് ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ പറഞ്ഞല്ലോ. ഇവിടെ എവിടേക്കാണ് ഞാൻ തിരിയേണ്ടതെന്നുള്ള അങ്ങനെ ആലോചിക്കണം. റിട്രീറ്റിലൊക്കെ പങ്കെടുത്തു, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അപ്പോൾ പോകണമെന്നുണ്ട്. ഒരു സീക്കിംഗ് അവിടെ ഉണ്ട്. പക്ഷേ മെറ്റീരിയൽ വേർഡ് എനിക്ക് വിടാനും പറ്റുന്നില്ല. പഴയതുപോലെ എനിക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടിലേക്കും എനിക്ക് പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല. സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്ന സമയത്ത് ഭൗതികതയുടെ പ്രലോഭനങ്ങളുണ്ടല്ലോ, നമ്മൾ അവിടേക്ക് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. ദിസ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. മറുഭാഗത്ത് ഞാൻ ആത്മാവാണ് എന്ന സത്യം എവിടേക്കോ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേത് സമയവും ഉണ്ട്. ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഒരു സത്യം ഏത് സമയവും ഉള്ളതാണ്. അത് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ സാധിച്ചു റിട്രീറ്റിൽ പങ്കെടുത്ത സമയത്ത്. അപ്പോൾ അവിടേക്കും തിരിയണം. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചായ്വ് പൂർണ്ണമാണെങ്കിൽ പ്രശ്നമില്ല. അതാ ചോദിച്ചത്, ഹൗ ക്യാൻ ഐ സ്റ്റേ റൂട്ടഡ് ഇൻ സെൽഫ് അവെയർനെസ് എന്ന് ചോദിച്ചല്ലോ. മെറ്റീരിയൽ വേൾഡിലേക്ക് തിരിയുന്ന സമയത്ത് ഐ എം നോട്ട് ഏബിൾ ടു റൂട്ട് മൈ സെൽഫ് ഇൻ അവെയർനെസ്. അവിടെ നിൽക്കുന്ന സമയത്ത് മൈ ബിസിനസ് ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. കറക്റ്റ് അല്ലേ? അപ്പോൾ രണ്ടും പരസ്പര വിരുദ്ധങ്ങളായിട്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതെല്ലാം അനുഭവിക്കുന്നത് ആരാണ്? ഈഗോ. കറക്റ്റ്. എന്നിലാണ് ഈ അനുഭവമുള്ളത്, ഞാനാണിത് പറയുന്നത്.
ഇങ്ങനെയാണ് എൻ്റെ അനുഭവം. അൺസർട്ടനിറ്റീസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, ഫിയർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ആരാണ്? ഈഗോ ആയ ഞാനാണ്. ഓൾ ഓഫ് ദാറ്റ്. ഈ ഞാനാകുന്ന ഈഗോ ആണ് ശരിക്കും ഫിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഞാനിലാണ് കൺഫ്യൂഷൻ ഉള്ളത്, റൈറ്റ്? അപ്പോൾ ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഈ കൺഫ്യൂഷൻ അനുഭവിക്കുന്നത് ആരാ? ഈ ശരീരമാണോ എന്ന് ചോദിച്ചാൽ മതി. ശരീരത്തിന് വല്ല കൺഫ്യൂഷനുണ്ടോ? ഇല്ല എന്ന് പറയാൻ സാധിക്കും. ദർ ഇസ് നോ കൺഫ്യൂഷൻ ഫോർ ദ ബോഡി. പിന്നെ കൺഫ്യൂഷൻ അനുഭവിക്കുന്നത് മനസ്സാണോ? കൺഫ്യൂഷൻ ഉള്ളത് മനസ്സിലാണ് എന്ന് പറയാം. പക്ഷേ കൺഫ്യൂഷൻ ശരിക്കും മനസ്സിനല്ല ഉള്ളത്. കൺഫ്യൂഷൻ മനസ്സിലുണ്ട്. മനസ്സിൽ ഉള്ള കൺഫ്യൂഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഞാനുണ്ട്. അതിനാണ് ഈഗോ എന്ന് പറയുന്നത്. അതാണ് ചോദിച്ചത്, ഹൗ കൻ ഐ മാനേജ് എവേർഷൻ ടു ദ മെറ്റീരിയൽ വേൾഡ്? അതാർക്കുള്ളത്? അതും ഇതേ ആൾക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഈഗോ ഉള്ളിടത്തോളം കാലം എന്തുണ്ടാവും? ഫിയർ ഉണ്ടാവും, അൺസർട്ടനിറ്റി ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് മെറ്റീരിയൽ വേൾഡുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണ്, ഈ മെറ്റീരിയൽ വേൾഡിൽ ഞാൻ ഇത്തരത്തിലൊക്കെ ആയത് കാരണമാണ് എനിക്ക് അൺസർട്ടനിറ്റി, ഫിയർ, കൺഫ്യൂഷൻ ഉള്ളത് എന്ന് പറയുന്നു. ആക്ച്വലി അത് സത്യമാണോ എന്ന് നമ്മൾ ശരിക്കും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? വെദർ ഇറ്റ് ഇസ് ആക്ച്വലി ദെയർ ഓർ നോട്ട് എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യണം എന്നാണ് പറഞ്ഞത് ചോദ്യകർത്താവ്. മാനേജ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? താൽക്കാലികമായ ഒരു ആശ്വാസം എനിക്ക് വേണം എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ മാനേജ് ചെയ്യണം എന്ന് പറയില്ലല്ലോ. ഈ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായ മുക്തി നേടണം എന്നല്ല പറയുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം. അപ്പോൾ ഈഗോ ഉള്ളിടത്തോളം കാലം കൺഫ്യൂഷൻ ഉണ്ടാകും, അൺസർട്ടനിറ്റി ഉണ്ടാകും, ഫിയർ ഉണ്ടാകും. ജേർണി വിത്തനിൽ നമ്മൾ ശരിക്കും ഇതൊന്നും മാനേജ് ചെയ്യാൻ പഠിക്കുന്നില്ല. ജേർണി വിത്തനിൽ ഇതിനൊക്കെ ട്രാൻസെൻഡ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റുള്ള പല കോഴ്സുകളിലും നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഹൗ ടു മാനേജ് എന്നാണ്. ഇൻ ജേർണി വിത്തിൻ വി ഡോണ്ട് ടോക്ക് അബൌട്ട് മാനേജിങ് എനി ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദ മൈൻഡ്. നമ്മുടെ ലക്ഷ്യം അതല്ല. അപ്പോൾ ഇവിടെ ഒരു വിഷയമുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ. അതുള്ളപ്പോഴുള്ള ഭയം, അതുള്ളപ്പോഴുള്ള കൺഫ്യൂഷൻ, അൺസർട്ടനിറ്റി. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അതിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം മാറിയെന്ന്. സത്യം അതാണോ? ആ ഒരു വിഷയത്തെ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുമ്പത്തെ വിഷയം പണമായിരുന്നു എന്ന് വിചാരിക്കുക, അത് മാറി. അപ്പോൾ മറ്റൊരു സംഭവം ചിലപ്പോൾ തലപ്പൊക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. ഇനിയിപ്പോൾ അതിന് നമ്മൾ മാനേജ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിഷയം വരും. ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അത് മാനേജ് ചെയ്തു വിചാരിക്കുക, സ്പൗസ് ആയിരിക്കും. ഇങ്ങനെ പല പല വിഷയങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കുണ്ടാകുന്ന അനുഭവം സെയിം ആയിരിക്കും. അതെന്താണ്? ഫിയർ, അൺസർട്ടനിറ്റി, കൺഫ്യൂഷൻ. സോ ഇതാണ് മാനേജ് ചെയ്യുന്നതിലുള്ള ഒരു വിഷയം. നോ മാറ്റർ ഹൗ മച്ച് യു ട്രൈ ടു മാനേജ്, യു കനോട്ട് ഗെറ്റ് ഔട്ട്. ഇത് ശരിക്കും നമ്മുടെ അനുഭവമാണല്ലോ, നമ്മൾ ഓരോരുത്തരുടെയും അനുഭവം തന്നെയാണ്. കുട്ടിക്കാലം മുതൽക്കുള്ള നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഭയമുണ്ടാക്കിയ പല വിഷയങ്ങളും ഉണ്ടായിരുന്നില്ലേ? ഭയം നമ്മളിലേക്ക് കൊണ്ടുവന്ന പല വിഷയങ്ങളും ലൈഫിലൂടെ കടന്നു പോയിട്ടില്ലേ കുട്ടിക്കാലത്ത്? ദർ വെയർ മെനി തിങ്സ് യു ആർ അഫ്രൈഡ് ഓഫ്. ഇപ്പോൾ ആ വിഷയങ്ങളൊക്കെ മാറിയോ? മാറി. ഭയം മാറിയോ? ഇല്ല. ശരിയല്ലേ? കുട്ടിക്കാലത്ത് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ഉണ്ടാക്കിയ പല വിഷയങ്ങളില്ലേ? പല പല ക്ലാസ്സുകളിൽ പല പല അൺസർട്ടനിറ്റീസ് ആയിരിക്കണം. വിവാഹത്തിന് മുൻപ് ഒന്നായിരുന്നു, വിവാഹം കഴിഞ്ഞപ്പോൾ ഒന്നായി, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നായിരുന്നു, മക്കളുണ്ടായ ശേഷം വേറെ ഒന്നായി. ഇതൊക്കെ മാറി മാറി മാറിപ്പോയി. ഇതൊന്നുമില്ല ഇപ്പോൾ വേറെന്തോ ഉണ്ട്. പക്ഷെ ഒന്നും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്നത് അൺസർട്ടനിറ്റി. ശരിയല്ലേ? സെയിം തിങ് അബൌട്ട് കൺഫ്യൂഷൻ ഓൾസോ. അപ്പോൾ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഭയം വിട്ടു മാറിയിട്ടില്ല, കൺഫ്യൂഷൻ മാറിയിട്ടില്ല, അൺസർട്ടനിറ്റിയിൽ ഒരു മാറ്റമില്ല. അപ്പോൾ അനുഭവ വസ്തുക്കൾ മാറിയിരിക്കുന്നു, അനുഭവത്തിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം ശരിക്കും എന്തായിരിക്കും? ഈഗോ. ഈഗോന് മാറ്റം വന്നിട്ടില്ല.
ഈഗോ അവിടെ തന്നെ ഉണ്ട്. അതാണ് കാരണം. അപ്പോൾ ഇനിയും നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ പ്രശ്നം? ഇതൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു വർക്ക് അറൗണ്ട് ആണോ വേണ്ടത്? അല്ല. മാനേജ് ചെയ്യുന്നതൊക്കെ വർക്ക് അറൗണ്ട്സ് ആണ്. നമുക്ക് വേണ്ടത് ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ഐ വോണ്ട് ടു ബി റൂട്ടഡ് ഇൻ സെൽഫ് അവെയർനെസ്. എവിടെയോ ഒരു തെളിച്ചമുള്ളിലുണ്ട്. സെൽഫ് അവെയർനെസ്സിലൂടെ ഇതെല്ലാം നീങ്ങും എന്നുള്ളത് അറിയാം. പക്ഷെ എന്താ പ്രോബ്ലം എന്നറിയോ? മനസ്സ് അനുവദിക്കുന്നില്ല. മനസ്സ് വീണ്ടും മെറ്റീരിയൽ വേൾഡായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറണമെങ്കിൽ എന്താ വേണ്ടത്? ഈ മെറ്റീരിയൽ വേൾഡ് ശരിക്കും സത്യമാണോ എന്ന് ഒന്ന് വിശകലനം ചെയ്യണം, ഒന്ന് അന്വേഷിക്കണം. അങ്ങനെ വേണ്ടേ? കാരണം നമ്മളെ സംബന്ധിച്ച് മെറ്റീരിയൽ വേൾഡ് റിയലാണ്, സത്യമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ വേൾഡിനേക്കാൾ സത്യമല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രാക്ടീസിൽ താല്പര്യം കുറയും. പക്ഷെ നമുക്ക് തോന്നുകയാണ് മെറ്റീരിയൽ വേൾഡിനേക്കാൾ വലിയ സത്യം ഞാൻ ആണ്, എൻ്റെ ഉള്ളിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഇല്ലാതെ, അൺസർട്ടനിറ്റി ഇല്ലാതെ, ഫിയർ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. വി ഹാവ് ടു ചാലഞ്ച് ദിസ് അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് വി ഹാവ് അബൌട്ട് ദ മെറ്റീരിയൽ വേൾഡ്. ഇവിടെ ഞാൻ ആകുന്ന ഈഗോൻ്റെ വിശ്വാസം എന്താണ്? അറിവെന്താണ്? അനുഭവം എന്താണ്? മെറ്റീരിയൽ ഒബ്ജക്ട്സ് തന്നെയാണ് സത്യം. മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആണ് ശാശ്വതം. അതിൽ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുക, സമാധാനം കിട്ടുക. ഇതൊക്കെ നമ്മളുടെ ഒരു റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു പരീക്ഷ പാസ്സാവുന്ന സമയത്ത് ഒന്നാമനായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കൂടും. രണ്ടാമനാണെങ്കിൽ സന്തോഷം ഉണ്ടാവും, കുറച്ച് കുറയും. പത്താമനാണെങ്കിൽ കുറച്ചുകൂടെ കുറയും. ലാസ്റ്റ് ആണെങ്കിൽ കുറയും. തോറ്റുപോയാൽ വിഷമമായി. അപ്പോൾ അനുഭവം എന്താണ്? മെറ്റീരിയൽ വേൾഡിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിൽ നിന്നുമാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുന്നത്, അല്ലേ? ഇതാണ് തെറ്റായ ധാരണ. ഇത് നമുക്ക് ചോദ്യം ചെയ്യണം. ഇതെങ്ങനെ ചോദ്യം ചെയ്യാം? ഈ മെറ്റീരിയൽ വേൾഡ് എത്രത്തോളം സത്യമാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് മെറ്റീരിയൽ വേൾഡ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി മസ്റ്റ് ആസ്ക്. എങ്ങനെയാണ് എത്തുന്നത്? ഇറ്റ് കംസ് ത്രൂ ദി 5 സെൻസസ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വഴിയാണ് എത്തുന്നത്. അപ്പോൾ മെറ്റീരിയൽ വേൾഡ് എത്രത്തോളം സത്യമാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? എത്രത്തോളം സത്യമാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, അത്രത്തോളം മാത്രമേ സത്യമുള്ളൂ ഈ ലോകം. ഒന്ന് ആലോചിച്ച് നോക്കണം, പറയുന്നത് ശരിയാണോ എന്ന്. ഈ മെറ്റീരിയൽ വേൾഡിൻ്റെ സത്യം എത്രയുള്ളത്, അതിൻ്റെ ട്രൂത്ത് എത്രയുള്ളത്? എത്രത്തോളം നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ സത്യമാണോ അത്രയേ ഉള്ളൂ. നമ്മുടെ സാധാരണ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കോമൺ സെൻസ് വെച്ച് ഉപയോഗിച്ചാൽ ഈ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവും. ഈ ലോകം എന്ന് പറയുന്നത് ശരിക്കും ലോകമല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഒന്നാലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ഈ ലോകമുണ്ടോ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ലോകമുണ്ടോ? ഇല്ലല്ലോ. ഇറ്റ്സ് നോട്ട് ദെയർ. ഇത് നമ്മുടെ അനുഭവമല്ലേ? നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ് ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ ലോകമില്ല എന്ന്. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ലോകമില്ല, ഈ ലോകമില്ല, മറ്റൊരു ലോകം ഉണ്ടാകാം. ബിക്കോസ് വി ഹാവ് ദ 5 സെൻസസ് വി ഫൈൻഡ് ദ വേൾഡ് റിയൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് നമ്മുടെ 5 സെൻസസും മെറ്റീരിയൽ വേൾഡും. ഇനി ഈ ലോകം ഇങ്ങനെ തന്നെ ഉണ്ടെന്ന് വെച്ചോളൂ. ജസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റ് സേക്കിന് ഞാൻ പറയുകയാണ്. ഈ ലോകം ഇങ്ങനെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് ജീവനുണ്ട്, ഇതും വെച്ചോളൂ. അതായത് നിങ്ങൾക്ക് ശരീരമുണ്ട്, നിങ്ങൾക്ക് മനസ്സുണ്ട്, ഇത്രയും വെച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളില്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. നിങ്ങൾക്ക് ജീവനുണ്ട്, നിങ്ങൾക്ക് ശരീരമുണ്ട്, നിങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളില്ല. എന്തായിരിക്കും അനുഭവം? വേൾഡ് ഉണ്ടോ? വേൾഡില്ല. വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ കൂടുതൽ സത്യം ഏതാണെന്നാണ് ചോദിക്കേണ്ടത്. വേൾഡ് ആണോ കൂടുതൽ സത്യം, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാണോ? ബിക്കോസ് ദ വേൾഡ് എക്സിസ്റ്റ്സ്, ഇന്ദ്രിയങ്ങളുണ്ട് എന്നല്ല പറയുന്നത്. ബിക്കോസ് ദ 5 സെൻസസ് എക്സിസ്റ്റ്സ്, വേൾഡ് ഉണ്ടെന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഏതാണ് കൂടുതൽ സത്യം? ഇന്ദ്രിയങ്ങളാണ് കൂടുതൽ സത്യം. ദിസ് ഇസ് ദ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വി മസ്റ്റ് ഹാവ്. മഹർഷി ഇതാണ് ഉള്ളതു 40 പറയുന്നത്. ദ വേൾഡ് ഇസ് എ ഫോം ഓഫ് 5 സെൻസ് ഇംപ്രഷൻസ്, നോട്ട് എനിത്തിങ് എൽസ്. ലോകം
പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഇംപ്രഷൻസ് ആണ്, മുദ്രകളാണ്, രൂപങ്ങളാണ്, മറ്റൊന്നുമല്ല എന്നാണ് പറയുന്നത് ഉള്ളതും നാർപ്പതുമില്ല. ഉള്ളതും നാർപ്പതും ഒരു ഉപനിഷത്താണ്. അൾട്ടിമേറ്റ് ട്രൂത്താണ് മഹർഷിയോട് പറയുന്നത്. പലതും നമുക്ക് ശരിയാണെന്ന് തോന്നാൻ സാധ്യത കുറവാണ്. ബട്ട് യു മസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ്. ദ വേൾഡ് ഇസ് എ ഫോം ഓഫ് 5 സെൻസ് ഇംപ്രഷൻസ്, നത്തിങ് എൽസ്. ഇന്ദ്രിയങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ലോകമില്ല. നമ്മുടെ അനുഭവത്തിൽ ലോകമുണ്ടാവില്ല ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാണ്, നിങ്ങൾക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളില്ല, ലോകം പുറത്തുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം നിങ്ങളെന്ത് പറയും? ആ, ലോകം പുറത്തുണ്ടെങ്കിൽ ലോകം അവിടെ ഉണ്ടെന്ന് പറയും. നമ്മളെല്ലാവരും എങ്ങനെയാ പറയും? ലോകം പുറത്തുണ്ടല്ലോ, എനിക്ക് ഇന്ദ്രിയങ്ങളില്ല എന്നല്ലേ ഉള്ളൂ, ലോകം അവിടെ ഉണ്ട് എന്ന് പറയും. അപ്പം നോക്കണം, ഇതാരാ പറയുന്നത്? നിങ്ങളുടെ മനസ്സാ പറയുന്നത്. അതുകൊണ്ടായിരിക്കും മഹർഷി ഈ 6ാമത്തെ വേഴ്സിൽ തൊട്ട ലൈന് തന്നെ മഹർഷി പറഞ്ഞത്, സിൻസ് ദ മൈൻഡ് അലോൺ പെർസീവ്സ് ദ വേൾഡ് ബൈ വേ ഓഫ് ദ 5 സെൻസ് ഓർഗൻസ്, ഈസ് ദർ എ വേൾഡ് ബിസൈഡ്സ് ദ മൈൻഡ്? സേ, അങ്ങനെ പറഞ്ഞു. മനസ്സ് മാത്രമാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ലോകത്തെ ഗ്രഹിക്കുന്നത്. മനസ്സാണ് ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മനസ്സിന് പുറമേ ഒരു ലോകമുണ്ടോ? പറയൂ എന്നാ പറയുന്നത്. നിങ്ങൾ പറയാം. മഹർഷി ഇതാണ് സത്യം എന്ന് പറയുന്നില്ല കേട്ടോ. പഞ്ചേന്ദ്രിയം ഉള്ളതുകൊണ്ട് ലോകം അതിലൂടെ വരുന്നു. മനസ്സ് പെർസീവ് ചെയ്യുന്നതുകൊണ്ട് ലോകമുണ്ട്. അപ്പോൾ മനസ്സില്ലെങ്കിൽ ലോകമുണ്ടോന്ന് അടുത്ത ചോദ്യം. തൊട്ട് മുമ്പ് പറഞ്ഞു ഇന്ദ്രിയങ്ങൾ കാരണമാണ് ലോകമുള്ളത്, അത് സ്ഥാപിച്ചു. പിന്നെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് വന്നു, എന്നിട്ട് പറയാണ് നമ്മൾ മനസ്സാണ്, മനസ്സുള്ളതുകൊണ്ടാണ് ഈ ലോകമുള്ളത്. അതുകൊണ്ടാണ് മനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ലോകത്ത് മാറ്റങ്ങൾ വരുന്നത്. പല പല ടെക്നിക്സിലൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലോകവുമായുള്ള അനുഭവം മാറുന്നു. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ദ മൈൻഡ് ദറ്റ് പെർസീവ്സ് ദ വേൾഡ് ബൈ വേ ഓഫ് ദ 5 സെൻസ് ഓർഗൻസ്. അപ്പോൾ മനസ്സാണ് ലോകം എന്ന സത്യമാണ് ഇവിടെ വരുന്നത്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ഈ സെൻസസിലൂടെ വരുന്ന മെറ്റീരിയൽ വേൾഡ് നമ്മുടെ മൈൻഡിലേക്ക് വന്ന ശേഷം അതാണ് നമ്മളിലേക്ക് എത്തുന്നത്. കറക്റ്റ് അല്ലേ? സോ ദ വേൾഡ് ഇസ് അബ്സോർബ്ഡ് ത്രൂ ദ 5 സെൻസസ് ഇൻ ടു ദ മൈൻഡ്. മനസ്സാണ് അബ്സോർബ് ചെയ്യുന്നത്, മൈൻഡാണ് വെരിഫൈ ചെയ്യുന്നത്, മൈൻഡാണ് പറയുന്നത് ഇവിടെ ഫിയർ ആണോ ഉള്ളത്, കൺഫ്യൂഷൻ ആണോ ഉള്ളത്, അൺസർട്ടനിറ്റി ആണോ ഉള്ളത്, ഒക്കെ മനസ്സാണ് പറയുന്നത്. അപ്പോൾ ഈ മനസ്സ് എന്താണ്? ഇതിനെക്കുറിച്ച് ഹു എം ഐയിൽ മഹർഷി പറയുന്നു, അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് മൈൻഡ്. ചിന്തകളല്ലാതെ മറ്റൊന്നുമില്ല മനസ്സിൽ എന്നാണ് പറയുന്നത്. ചിന്തകൾ മാത്രമാണ് മനസ്സ്. ഫിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫീലിംഗ് ആണെങ്കിലും ഒരു ചിന്തയാണത്. അൺസർട്ടനിറ്റി ഒരു ചിന്തയാണ്. കൺഫ്യൂഷൻ ചിന്തകളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനർ പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് അനുഭവം വേൾഡിൽ നിന്നുണ്ടാകുന്നു. സത്യത്തിൽ അത് ശരിയാണോ നോക്കണം. മനസ്സിൽ അതല്ല ഉള്ളത് അല്ലേ? ദീസ് ആർ ഓൺലി തോട്ട്സ്, വിച്ച് മീൻസ് ദീസ് ആർ നോട്ട് റിയൽ. പക്ഷെ റിയൽ ആണെന്ന് നമ്മുടെ മനസ്സ് വാദിക്കും. കാരണം അതിൻ്റെ പ്രൂഫ് നമ്മൾ ലോകത്താണ് കാണുന്നത്. പ്രൂഫ് നമ്മൾ ലോകവുമായി തട്ടിയിട്ടല്ല നോക്കേണ്ടത്. പ്രൂഫ് ഇസ് ഓൾവേസ് ഇൻസൈഡ്. Therefore, Maharishi says, apart from thoughts, there is no independent entity called the world. ചിന്തകൾക്കപ്പുറം ലോകം എന്നൊരു സംഗതിയില്ല. നോ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി, സ്വതന്ത്രമായ ഒരു അസ്തിത്വം ലോകത്തിനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിന്തകളില്ലെങ്കിൽ മനസ്സില്ല, ചിന്തകളില്ലെങ്കിൽ ലോകമില്ല. മനസ്സാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന് ഇവിടെ മഹർഷി പറഞ്ഞ് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മനസ്സെങ്ങനെ നിൽക്കുന്നത്? ഈ മനസ്സ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സത്യം നമുക്ക് തോന്നുന്നത് അല്ലേ? മനസ്സെങ്ങനെയാണ് നിൽക്കുന്നത്? അതും മഹർഷി ഹുവമയിൽ പറയുന്നുണ്ട്. ദ മൈൻഡ് ഓൾവേസ് എക്സിസ്റ്റ്സ് ഓൺലി ഇൻ ഡിപ്പെൻഡൻസ് ഓൺ സംതിങ് ഗ്രോസ്. ഇറ്റ് കനോട്ട് സ്റ്റേ എലോൺ. മനസ്സെപ്പോഴും നിലനിൽക്കുന്നത് എങ്ങനെയാ? സ്ഥൂലമായ ഒന്നിനെ ആശ്രയിച്ചാണ്. ഡിപ്പെൻഡൻസ് ഓൺ സംതിങ് ഗ്രോസ്. ഇറ്റ് കനോട്ട് സ്റ്റേ എലോൺ. അതിന് തനിച്ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ സ്ഥൂലമായ സംഗതികൾ പുറമെയാണുള്ളത്, ലോകത്തിലുള്ളത്. നിങ്ങളുടെ കുടുംബമായിരിക്കാം, നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങളുടെ വീടായിരിക്കാം,
നിങ്ങളുടെ കുടുംബക്കാരായിരിക്കാം. ഇതൊക്കെയാണ് പുറമേയുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്, അല്ലേ? വിഷയവസ്തുക്കൾ. അതിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ടാണ് മനസ്സ് നിലനിൽക്കുന്നത്. സോ ദിസ് ഈസ് ദ മൈൻഡ്. ഈ മൈൻഡിൻ്റെ എക്സിസ്റ്റൻസ് പുറമേയുള്ള സംഗതികൾ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അങ്ങനെ നിൽക്കുന്നത്. ദാറ്റ് വിച്ച് റൈസസ് എസ് ഐ ഇൻ ദിസ് ബോഡി ഈസ് ദ മൈൻഡ്. വീണ്ടും മനസ്സിനെ കുറിച്ച് തന്നെയാണ് മഹർഷി പറയുന്നത്. ഞാൻ ആണ് മനസ്സ്. ഈ ഞാൻ എന്ന ചിന്ത നമുക്ക് വരുന്നുണ്ടല്ലോ. ഈ ശരീരത്തിൽ ഞാൻ ആയി ഉയരുന്നത് എന്താണോ അതാണ് മനസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡാണ് ഗ്രോസ് വേൾഡ്. ഈ മൈൻഡ് എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ ഞാനാണ് എന്ത്? ഗ്രോസ് മെറ്റീരിയൽ വേൾഡ്. അവിടേക്ക് അത് കൊണ്ടുവരുന്നത്. മൈൻഡ് ഇസ് ദി മെറ്റീരിയൽ വേൾഡ്, ഐ ഇസ് ദ മെറ്റീരിയൽ വേൾഡ്. ഇവിടേക്ക് അത് മഹർഷി കൊണ്ടുവരുന്നത്. ആൻഡ് ഫൈനലി ഹി സേസ്, of all the thoughts that arise in the mind, the I thought is the first. മനസ്സിൽ ഉദിക്കുന്ന എല്ലാ ചിന്തകളും ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ ചിന്ത എന്താണ്? ഞാൻ എന്ന ചിന്തയാണ്. The I thought is the first. It is only after the rise of this that the other thoughts arise. ഇതിൻ്റെ ഉദയത്തിന് ശേഷം, I thought ഉദിച്ച ശേഷമാണ് മറ്റ് ചിന്തകൾ ഉദിക്കുന്നത്. അപ്പോൾ ഫിയർ ഉണ്ടാകണമെങ്കിൽ അവിടെ I thought ആദ്യം ഉണ്ടായിരിക്കണം. കൺഫ്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഐ തോട്ട് ആദ്യം ഉണ്ടായിരിക്കണം. അൺസർട്ടനിറ്റി ഉണ്ടാകണമെങ്കിൽ ഐ തോട്ട് ആദ്യം ഉണ്ടായിരിക്കണം. വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞാണ്, ലൈഫ് എക്സ്പീരിയൻസിൽ നമുക്ക് പല പല അനുഭവങ്ങളാണ് ഫിയർ കൊണ്ടുവന്നത്, കൺഫ്യൂഷൻ കൊണ്ടുവന്നത്, അൺസർട്ടനിറ്റി കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതെല്ലാം മാറി 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 വേറെ വിഷയങ്ങളായി. പക്ഷെ അതെല്ലാം അനുഭവത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മഹർഷി പറയുകയാണ്, ഐ തോട്ട് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഈ ഞാൻ എന്ന ചിന്തയുണ്ടല്ലോ, അത് വരുന്ന സമയത്ത് ഈ സംഗതികളെല്ലാം വരുമെന്നാണ് പറയുന്നത്. ആൻഡ് ഹി സേസ്, വെൻ വൺ പെർസിസ്റ്റൻ്റ്ലി ഇൻക്വയർസ് ഇൻ ടു ദ നേച്ചർ ഓഫ് ദ മൈൻഡ് വിൽ എൻഡ് ലീവിങ് ദ സെൽഫ് ആസ് ദ റെസിഡ്യൂ. ഈ മനസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ സ്ഥിരമായി അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കും? മനസ്സില്ലാതെയാകും. ദ മൈൻഡ് വിൽ എൻഡ് ലീവിങ് ദ സെൽഫ്. ആത്മാവ് മാത്രം അവശേഷിക്കുമെന്ന് പറയണം. അപ്പോൾ നമ്മൾ എൻക്വയറി അവിടെ ചെയ്യേണ്ടത്. മെറ്റീരിയൽ വേൾഡിലല്ല ശരിക്കും നമ്മളിപ്പോൾ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുന്നത്. കൊണ്ടുവരാം, അതെല്ലാം മാനേജിങ് ആണ്, താൽക്കാലികമാണ്. റിയലി ഇഫ് യു വോണ്ട് ടു കം ഔട്ട്, ഇഫ് യു വോണ്ട് ടു ട്രാൻസെൻഡ് ദ മൈൻഡ്, മഹർഷി പറഞ്ഞ ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ശാശ്വതമായ പരിഹാരം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതോട് നോക്കൂ, ഇതാണ് ആദ്യം കാണിച്ച സ്ലൈഡ് അല്ലേ? അൺസർട്ടനിറ്റി അവിടെയുണ്ട്, ഫിയർ ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. ഇതെവിടേക്കാണ് എത്തുന്നത്? ഐ എന്ന തോട്ടിലേക്കാണ്. ഐ എന്ന് പറയുന്നത് ഈഗോ ആണ്. ഞാൻ ശരീരമാണ് എന്ന ചിന്തയാണ്. ഞാൻ ശരീരമാണ് എന്ന ചിന്തയാണ് ശരിക്കും ഈഗോ. അപ്പോൾ എനിക്ക് വേറിട്ടൊരു എക്സിസ്റ്റൻസായി, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ബാക്കിയെല്ലാം എൻ്റെ പുറത്താണ്. ഈ ഐ ഈഗോ ഇല്ലാതെയാകണം. ഐ ഇല്ലാതെയായാൽ എന്താ സംഭവിക്കുക? ആദ്യം ഇമ്മീഡിയറ്റ്ലി ലോകമല്ല ഇല്ലാതെയാവുന്നത്. ഐ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തോട്ട്സ് ഇല്ലാതെയായി, മൈൻഡ് ഇല്ലാതെയായി. തോട്ട്സും മൈൻഡും ഇല്ലാതെയായി എന്ത് സംഭവിക്കും? മെറ്റീരിയൽ വേൾഡ് ഇല്ലാതെയായി. പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള നിങ്ങൾ എന്ന ബീയിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം എങ്ങനെ എവിടേക്ക് എത്തുക? ആദ്യം തന്നെ നമ്മൾ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള വേൾഡാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് നിർത്തണം. ഇന്ന സംഗതികളാണ് എന്നിലേക്ക് ഫിയർ കൊണ്ടുവരുന്നത്, ഇന്ന കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നത്, ഇന്ന സംഭവങ്ങളാണ് എന്നിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ, അത് പറച്ചിൽ നിർത്തണം. ബിക്കോസ് വേൾഡ് റിയൽ ആണ് എന്ന് നമ്മൾ എത്രത്തോളം നമ്മളെ കൺവിൻസ് ചെയ്യുന്നു, അത്രത്തോളം വേൾഡിൽ നിന്നാണ് നമുക്ക് സന്തോഷവും സങ്കടവും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തുകയാണ്. അത് സത്യമല്ല. അപ്പോൾ ഇതിനെ നമ്മൾ നിരാകരിക്കുകയാണ്. അതാണ് നമ്മൾ നേത്തി എന്ന് പഠിച്ചല്ലോ റിട്രീറ്റിൽ. ഇതല്ല ശരിക്കും എനിക്ക് ദുഃഖം കൊണ്ടുവരുന്നത്, ഇതല്ല ശരിക്ക് എനിക്ക് സന്തോഷം കൊണ്ടുതരുന്നത്, ഇതല്ല എൻ്റെ സമാധാനത്തിന് കാരണം എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ആൻഡ് ഐ എന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകണം. അവിടെയാണല്ലോ എല്ലാം എത്തുന്നത്. അപ്പോൾ ഹൂ ആം ഐ? ഈ ഞാൻ ആര് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഞാൻ അവിടെ ഇല്ലാതെയാവും. നേരത്തെ കാണിച്ച ചിത്രത്തിൽ ഉണ്ടല്ലോ, ആ ഈഗോ ഇല്ലാതെയാവും. ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി ഇല്യൂസറി, ഇറ്റ് ഈസ് നോട്ട് ദിയർ.
ഈ ശരീരം അവിടെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് ഐ ഫീലിംഗ് ഇസ് ആക്ച്വലി ഇല്യൂസറി. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാം ഇല്ലാതെയാവും, അൺസർട്ടനിറ്റി പോകും. അതാണ് ശാശ്വതമായ പരിഹാരം. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. ആത്മവിചാരം ചെയ്യുന്ന സമയത്ത് എനിക്ക് പലതും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഐ ആണ്. ആ ഐ മാറി കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടതുപോലെ പോകും. സ്പീഡിൽ പോകും, സ്ലോയിൽ പോകും എന്നല്ല പറയുന്നത്, വേണ്ടതുപോലെ പോകും. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണകരമാകും വിധം ബോഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ദിസ് ഇസ് ദി വേ ടു റീച്ച് ദെയർ. അപ്പോൾ ഇവിടെ നെഗറ്റീവ്സ് മാത്രമല്ല, പോസിറ്റീവ്സും എല്ലാം ഐയിലാണ് വന്ന് അടിഞ്ഞുകൂടുന്നത്. അതുകൊണ്ടാണ് മഹർഷി ബി ആസ് യു ആറിൽ പറയുന്നു, വെദർ യു ഫീൽ പ്ലഷർ ഓർ ഫിയർ, ആസ്ക് യുവർ സെൽഫ് ഹൂ ഫീൽസ് ദ പ്ലഷർ ഓർ ദ ഫിയർ, ആൻഡ് സോ ക്യാരി ഓൺ ദ സാധന അൺടിൽ പ്ലഷർ ആൻഡ് ഫിയർ ആർ ബോത്ത് ട്രാൻസെൻഡഡ്, ടിൽ ഓൾ ഡ്യുവാലിറ്റി സീസസ് ആൻഡ് ടിൽ ദ റിയാലിറ്റി അലോൺ റിമെയിൻസ്. ആർക്കാണ് സുഖം അനുഭവപ്പെടുന്നത്? ആർക്കാണ് ഭയം അനുഭവപ്പെടുന്നത്? ഇത് സ്വയം ചോദിക്കാനാണ് മഹർഷി പറയുന്നത്. ആസ്ക് യുവർ സെൽഫ് ഹൂ ഫീൽസ് ദ പ്ലഷർ, ഹൂ ഫീൽസ് ദ ഫിയർ. ഡുവാലിറ്റി എന്ന് പറഞ്ഞത്, ഡുവാലിറ്റി പറഞ്ഞാൽ ദ്വന്ദ് അനുഭവങ്ങൾ, രണ്ടനുഭവങ്ങൾ അല്ലേ? അത് അവസാനിക്കുന്നത് വരെ റിയാലിറ്റി, സത്യം, ബ്രഹ്മസത്യം, ഈശ്വരൻ മാത്രം നിലനിൽക്കുന്നത് വരെ സാധന തുടരാനാണ് പറയുന്നത്. ഡുവാലിറ്റി എന്ന് പറയുമ്പോൾ ഞാനും ഈ ലോകവും വേറെയാണെന്നുള്ളൊരു ചിന്തയാണ്. നമ്മൾ ഉള്ളിലേക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ വരാനുള്ള കാരണം എൻ്റെ ഉള്ളിൽ മറ്റൊരു ഞാൻ എന്ന സെൽഫ് വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ സ്മോൾ ഐ എന്ന് പറഞ്ഞത്, റൈറ്റ്? യഥാർത്ഥത്തിൽ നമ്മൾ സ്മോൾ ഐ അല്ല, നമ്മൾ ബിഗ് ഐ ആണ്. ക്യാപിറ്റൽ എസ് ഉള്ള സെൽഫാണ്. അപ്പോൾ ക്യാപിറ്റൽ എസ് ഉള്ള സെൽഫും ചെറിയ എസ് ഉള്ള ഒരു സെൽഫും വരുന്ന സമയത്ത് അവിടെ ഡുവാലിറ്റി ആയി. ഈ ഡുവാലിറ്റി ഉള്ളിടത്തോളം കാലം നമുക്ക് പ്ലഷറും ഫിയറൊക്കെ വന്നുകൊണ്ടിരിക്കും. ഈ ഡുവാലിറ്റി അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഈഗോ ഇല്ലാതെയാകണം. അതിനുള്ള വഴിയാണ് ആത്മവിചാരം. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതായിട്ടുള്ള പ്ലഷറും ഫിയറും ഒന്നുമല്ല ഉണ്ടാവുക, പീസാണ് ഉണ്ടാവുക. ആ പീസ് ഉണ്ടാകുന്ന സമയത്ത് ബാക്കിയെല്ലാം വളരെ ഭംഗിയായിട്ട് പോയിക്കോളും. മഹർഷി ആഡ്സ്, യു മസ്റ്റ് നെവർ റെസ്റ്റ് കണ്ടെന്റ് with the pleasure of Laya experienced when thought is quelled. You must press on until all duality ceases. നമ്മുടെ എല്ലാവരുടെയും ശരിക്കും മെയിൻ സാധന അതിന് വേണ്ടിയിട്ടായിരിക്കണം, താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്. ചിന്തകൾ ശമിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ലയ എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ലയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെമ്പററി ഹാപ്പിനെസ് ആണ്, ടെമ്പററി ലള്ളിങ് ഓഫ് ദ മൈൻഡാണ് ലയ. അതിൽ നമ്മൾ തൃപ്തരാകരുതെന്നാണ് മഹർഷി പറയുന്നത്. യു മസ്റ്റ് നെവർ റെസ്റ്റ് കണ്ടെന്റ് വിത്ത് ദ പ്ലഷർ ഓഫ് ലയ. പ്ലഷർ ഓഫ് ലയ നമുക്ക് പല മെഡിറ്റേഷൻസിലും കിട്ടും, കുറച്ച് സമയത്തേക്ക് നല്ല ഫീലിംഗ്. അതിലൊരിക്കലും നിങ്ങൾ തൃപ്തരാകരുതെന്നാണ് മഹർഷി പറയുന്നത്. ചിന്തകൾ അപ്പം ഉണ്ടാവില്ല. ചിന്തകളില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിന്തകൾ ഉണ്ടാവില്ല. സോ യു വിൽ ബി ടെമ്പററിലി ഹാപ്പി. അതിൽ നിങ്ങളുടെ സാധന അവസാനിപ്പിക്കരുത്. വാട്ട് മസ്റ്റ് യു ഡു? യു മസ്റ്റ് പ്രസ് ഓൺ അൺടിൽ ഓൾ ഡുവാലിറ്റി സീസസ്. എല്ലാ ദ്വന്ദ്വാനുഭവങ്ങളും അവസാനിക്കുന്നത് വരെ നിങ്ങൾ സാധന തുടർന്നുകൊണ്ടേയിരിക്കണം. വേറൊരു നിവൃത്തിയില്ല. ഇതാണ് ജ്ഞാന, പ്യോർ ജ്ഞാന എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇല്ലാതെയാകും. സ്ലോലി യു വിൽ നോ ദറ്റ് എവറിത്തിങ് വാസ് ആൻ ഇല്യൂഷൻ. ഈ ഐ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബാക്കി എല്ലാ ഇല്യൂഷൻസും. സെൽഫ് എൻക്വയറി പ്രാക്ടീസിലൂടെ നമുക്ക് എല്ലാവർക്കും അവിടേക്ക് എത്താൻ സാധിക്കും. നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഇന്നത്തെ സെഷനിൽ കിട്ടിയിട്ടുള്ള ഒരു അറിവ് വെച്ച് നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. മഹർഷിയുടെ വചനങ്ങൾ എടുത്താണ് നമ്മളിന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഫിയർ, കൺഫ്യൂഷൻ, അൺസർട്ടനിറ്റി, ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചാണ്
ഈ 3 അനുഭവവും നിങ്ങൾക്കുണ്ടാകുന്നത് എന്ന് വിചാരം ചെയ്യണം. ജോലി, ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം, മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കാം, സ്പൗസായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, പ്രോപ്പർട്ടി, മണി, എന്തുമായിക്കോട്ടെ. Just bring it into your mind. ഇതെങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് വിചാരം ചെയ്യുക. നിങ്ങൾ കാണുന്നു, അപ്പോൾ കണ്ണിലൂടെയാണ് വരുന്നത്. കേൾക്കുന്നു, കാതുകളിലൂടെയാണ്. അങ്ങനെ ഈ 5 സെൻസസിലൂടെയാണ് ഇതെല്ലാം നിങ്ങൾ ഒപ്പിയെടുക്കുന്നത്. നിങ്ങൾ എന്ത് പറയുന്നുണ്ടെങ്കിലും അത് ഈ 5 ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെയാണ് മനസ്സിലേക്ക് വരുന്നത്. ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം ഉള്ളൂ. മഹർഷി പറയുന്നു, The world is a form of 5 sense impressions, not anything else. ലോകം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഇംപ്രഷൻസ് ആണ്, മുദ്രകളാണ്, രൂപങ്ങളാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ റിയാലിറ്റി ഓഫ് ദ വേൾഡ് ഈസ് directly connected with the reality of your 5 senses. ഇന്ദ്രിയങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ലോകമില്ല. ഇനി ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലും ലോകം ശരിക്കും ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അതാണ് മഹർഷി പറഞ്ഞത്, Since the mind alone perceives the world by way of the 5 sense organs, is there a world besides the mind? Say. പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ മനസ്സാണ് ലോകത്തെ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മനസ്സിന് പുറമേ ഒരു ലോകമുണ്ടോ, അത് പറയാനാ മഹർഷി പറയുന്നത്. അപ്പോൾ ലോകത്തേക്കാൾ സത്യം ഇന്ദ്രിയങ്ങളാണ്, ഇന്ദ്രിയങ്ങളെക്കാൾ സത്യം മനസ്സാണ്. ഈ മനസ്സാകുന്ന സത്യത്തിൽ ചിന്തകൾ മാത്രമേ ഉള്ളൂ. Apart from thoughts, there is no such thing as the mind. അപ്പോൾ തുടക്കത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല സംഗതികളും കോർത്തിണക്കി അതാണ് ഭയം, കൺഫ്യൂഷൻ, അൺസർട്ടനിറ്റി കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇതെല്ലാം മനസ്സ് മാത്രമാണ്. പുറമെയുള്ള ലോകം നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ ചിന്തകളാണ്. Apart from thoughts, there is no independent entity called the world. ഇതാണ് മഹർഷി പറഞ്ഞത്. ചിന്തകൾക്കപ്പുറം ലോകം എന്നൊരു സംഗതിയില്ല. ഈ ലോകത്തിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വമില്ല. ചിന്തകളില്ല എന്ന് പറഞ്ഞാൽ മനസ്സില്ല, മനസ്സില്ല എന്ന് പറഞ്ഞാൽ ലോകമില്ല. മനസ്സ് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? സ്ഥൂലമായ പലതിനെയും ആശ്രയിച്ചാണ്. തനിച്ചിരിക്കാൻ പറ്റില്ല മനസ്സിന്. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ പലതാണെങ്കിലും അതിൽ ആദ്യ ചിന്ത ഐ തോട്ടാണ്. That which rises as
I in this body is the mind. അപ്പോൾ ലോകം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് എന്നും പിന്നീട് ലോകം എന്ന് പറഞ്ഞത് മനസ്സാണ് എന്നും ഇപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഞാൻ എന്ന ചിന്തയാണ് എന്നും പറയാൻ സാധിക്കും. കാരണം ഈ ഞാൻ എന്ന ചിന്തയിൽ നിന്നാണ് മറ്റനവധി ചിന്തകൾ ഉണ്ടാകുന്നത്, ലോകവും ഉണ്ടാകുന്നത്. മഹർഷി പറയുന്നു, persistently inquire into the nature of the mind. സ്ഥിരമായി മനസ്സിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അന്വേഷിക്കുക. Then the mind will end, leaving the self as the residue. അപ്പോൾ മനസ്സില്ലാതെയാകും, ആത്മാവ് മാത്രം അവശേഷിക്കും. നിങ്ങളിൽ ഉള്ള ഭയം, കൺഫ്യൂഷൻ, അൺസർട്ടനിറ്റി ഇതേതെല്ലാം വിഷയങ്ങളാണോ കൊണ്ടുവരുന്നത് അവ വിഷയവസ്തുക്കളാണ് എന്ന് മനസ്സിലാക്കി സത്യത്തിൽ ഇതൊന്നുമല്ല എനിക്കിത് ഉണ്ടാക്കിത്തരുന്നത് എന്ന് പറയാൻ സാധിച്ചാൽ നേതി പ്രോസസ്സിലൂടെ അവയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. ഇതല്ല എനിക്ക് സന്തോഷം കൊണ്ടുവരുന്നത്, ഇതല്ല എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. Whether you feel pleasure or fear, ask yourself who feels the pleasure or the fear. ആർക്കാണ് ഈ ഭയം ഉണ്ടാകുന്നത്? ആർക്കാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്? പുറമേയുള്ള വിഷയവസ്തുക്കളിൽ നിന്നും മനസ്സിൽ നിന്നും പിന്തിരിഞ്ഞ ശേഷം ആർക്കാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ എനിക്ക് എന്നുത്തരം വരും. അപ്പോൾ who am I എന്നന്വേഷിക്കുക. ഞാൻ എന്ന ബോധസത്യത്തിൽ ഉറച്ച് നിൽക്കുക. ഞാൻ എന്ന തോന്നൽ എവിടെ നിന്നാണ് വരുന്നത്? From where does it arise? Whence am I? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മിലേക്ക് വരുന്ന അനുഭവങ്ങൾ 2P ആണ് എന്ന് മനസ്സിലാക്കി മനസ്സിൽ കാണുന്നതും കേൾക്കുന്നതും 3P ആണ് എന്ന് മനസ്സിലാക്കി ഇവ രണ്ടിനോടും പുറംതിരിഞ്ഞിരുന്ന് നേതി പ്രോസസ്സിലൂടെ തൻ്റെ ഉള്ളിലുള്ള ഞാൻ
എന്ന ബോധസത്യത്തിലേക്ക് മനസ്സിനെ തിരിച്ചു വയ്ക്കുക. Who am I? Whence am I? ഇതിലേത് അന്വേഷണമാണ് താങ്കൾക്ക് കൂടുതൽ ഫലപ്രദമാകുന്നത്? അതിലൂടെ ഉള്ളിലേക്ക് നീങ്ങുക. പലതും കാണുന്നുണ്ടെങ്കിൽ ആരാണത് കാണുന്നത് എന്ന് അന്വേഷിക്കണം. പലതും കേൾക്കുന്നുണ്ടെങ്കിൽ ആരാണ് കേൾക്കുന്നത് എന്ന് അന്വേഷിക്കണം. വീണ്ടും ഞാൻ എന്നുത്തരം ലഭിക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കണം. ഞാൻ എന്ന വേറിട്ട ഒരു വസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന തോന്നൽ ഇല്ലാതാകും വരെ സാധന മുമ്പോട്ട് കൊണ്ടുപോകണം. Then you can transcend your fears and confusions. Who am I? There is no I to experience anything. ഭയമുണ്ടാകണമെങ്കിൽ ഞാൻ ഉണ്ടാകണ്ടേ? ഞാനില്ലെങ്കിൽ ഭയമില്ല, കൺഫ്യൂഷനില്ല, അൺസർട്ടനിറ്റി ഇല്ല, ലോകമില്ല. ഈ ഞാനാണ് എല്ലാത്തിൻ്റെയും കാരണവസ്തു. You are the cause and the world is the effect. ഇതാണ് ജ്ഞാനം. ആ ജ്ഞാനം നമ്മളിൽ അനുഭവം ആയി മാറാൻ ആത്മവിചാരമാണ് മാർഗം. അതാണ് Who am I? Gently open your eyes. Thank you. Thank you so much.